മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് 100 വീടുകൾ വെച്ച് നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരളം പ്രതികരിച്ചിട്ടില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മുഖ്യമന്ത്രി പിണറായി വിജയന് സിദ്ധരാമയ്യ കത്തയച്ചു. കേരള ചീഫ് സെക്രട്ടറി തലത്തിലും വിഷയം സംസാരിച്ചു. വാഗ്ദാനം നടപ്പിലാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്നും സിദ്ധരാമയ്യ കത്തിൽ പറയുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഈ വിഷയത്തിൽ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കത്തയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? നേരത്തെ നമ്മൾ അറിഞ്ഞതാണ് ഇങ്ങനെ വീട് വെച്ച് നൽകാൻ സന്നദ്ധ ആണ് എന്ന് കർണാടക അറിയിച്ചതാണ്. പക്ഷേ അതിൽ കേരളം പ്രതികരിച്ചില്ല എന്ന രീതിയിലുള്ള കത്ത് ഏത് പശ്ചാത്തലത്തിൽ? പ്രജിൻ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി 100 വീട് വെച്ച് നൽകാമെന്നായിരുന്നു കർണാടക സർക്കാരിന്റെ വാഗ്ദാനം. വയനാട്ടിൽ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കേരള ചീഫ് സെക്രട്ടറി തലത്തിൽ ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, ചർച്ച നടത്തിയിരുന്നു എന്നതാണ് സിദ്ധരാമയ്യയുടെ കത്തിൽ പറയുന്നത്. പക്ഷേ അതിനുശേഷം ഒരു തുടർ നടപടിയും ഉണ്ടായില്ല. കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്രതികരണവും മറുപടിയും ഇതിൻ്റെ ഏകോപനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായില്ല. അത്തരം അറിയിപ്പുകൾ കർണാടകയ്ക്ക് ലഭിച്ചില്ല എന്നതാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് അയച്ച കത്തിൽ സിദ്ധരാമയ്യ പറയുന്നത്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോഴും കർണാടക സർക്കാർ തയ്യാറാണ്. പക്ഷേ അതിൽ തീരുമാനമെടുക്കേണ്ടതിൻ്റെ ഏകോപനം ചെയ്യേണ്ടത് കേരള സർക്കാരാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർ നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ഈ കത്തിൽ പറയുന്നത്. പ്രജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ പല കോണുകളിൽ നിന്ന് കേരളത്തിന് സഹായ വാഗ്ദാനങ്ങൾ ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് 100 വീടുകൾ എന്ന വാഗ്ദാനം കർണാടകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ കേരള സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുക, അതിൻ്റെ ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും പാതി വഴിയിലാണെന്ന് നമുക്കറിയാം. കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ ഏകോപനക്കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ കർണാടകയുടെ ഭാഗത്തുണ്ടായ ഈ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഒരു വശത്ത് കേന്ദ്ര സർക്കാർ കൃത്യമായ സഹായം നൽകുന്നില്ല, പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നില്ല എന്ന് പറയുമ്പോഴും മറുവശത്ത് ഇത്തരം വാഗ്ദാനങ്ങൾ, അതായത് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്ത് ഏകോപനം നടത്തിയാൽ ഇപ്പോൾ പണം നൽകാൻ, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് അയൽ സംസ്ഥാനമായ കർണാടക അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിലെ ഒരു വൈരുദ്ധ്യം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ പ്രതികരിക്കേണ്ടത് കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരാണ്. എന്തുകൊണ്ടാണ് അതിൽ കൃത്യമായ മറുപടി കർണാടകയ്ക്ക് നൽകാതിരുന്നത്? ഇതിൽ ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടി സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ കർണാടകയെ ബോധിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ സർക്കാർ അതിൽ കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ, വ്യക്തമാണ്. പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 100 വീടുകൾ വെച്ച് നൽകാമെന്ന് മറ്റൊരു സംസ്ഥാനം പറയുമ്പോഴും അതിലെന്തുകൊണ്ടാണ് ഒരു മറുപടി നൽകാത്തത് എന്നത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതിൽ കത്തയക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ സിദ്ധരാമയ്യ എത്തിയത്. അങ്ങനെ കത്തയച്ചിട്ടുണ്ട്, അതിൽ മറുപടി കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.